പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകെട്ടാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഈ കണ്ണാടിയോട് ഈ ചങ്ങാത്തത്തിനെ പരാമർശിക്കാനുള്ള കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കണ്ണാടി എന്ന് പറഞ്ഞാല് നമ്മളുടെ പ്രതിബിംബം കാണിക്കുന്ന ഒരു സാധനമാണ്. ചിരിച്ചാൽ ചിരിക്കുന്നു, കരഞ്ഞാൽ കരയുന്നു, ഭംഗിയെ കാണിക്കുന്നു, ന്യൂനതയെ കാണിക്കുന്നു. ഇതാണ് കണ്ണാടി. അപ്പം കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ് ഈ കൂട്ടുകാരൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ലവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചൈനക്കാരുടെ ഒരു പഴമൊഴിയുണ്ട്, നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണെന്ന് ചൈനക്കാർക്കിടയിൽ ഒരു പഴമൊഴി തന്നെയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ഈ കൂട്ടുകാരന്റെ ഈ സൗഹൃദത്തിന്റെ ഒരു പ്രാമുഖ്യം പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്? യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ കഷ്ടകാലമേ, അവരെ ഞാൻ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ദുനിയാവിൽ സൗഹൃദം മോശപ്പെട്ട ഒരാൾ പറയുന്ന ഒരു സാഹചര്യം ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ സൗഹൃദത്തിന് വിജയവുമായി വലിയ ബന്ധമുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്തണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരെ നോക്കിയാൽ മതി. അപ്പൊ നല്ല സൗഹൃദം നമ്മൾ ഉണ്ടാക്കണം. നല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല സൗഹൃദമുള്ളവർക്ക് ഈമാനിന്റെ മധു നുകരാൻ പറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മനഃശാസ്ത്രം പറയുന്നതും ജീവിത വിജയത്തിന്റെ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് അത് സൗഹൃദമാണെന്ന് ആധുനിക മനഃശാസ്ത്രവും പറയുന്നു. 98% ആൾക്കാർക്കും കൂട്ടുകെട്ടും സൗഹൃദവും ഇഷ്ടമാണെന്നും മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം അല്ലാഹു തആല നമ്മളെയും നമ്മളെ കൂട്ടുകാരെയും നന്നാക്കി തരുമാറാകട്ടെ. രണ്ട് ലോകത്തും അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.